നിങ്ങളൊരു വർഷം കഴിഞ്ഞുപോയി, നിങ്ങൾ പുതിയ വർഷത്തിലാണുള്ളത്. അതുകൊണ്ട് നല്ല നല്ല തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് നമ്മൾ നിസ്കരിക്കാത്ത ആളുകളാണ് നിസ്കാരം തുടങ്ങി, നിസ്കരിക്കാത്തവർ സുന്നത്ത് നിസ്കാരം തുടങ്ങി. ഇങ്ങനെ നമുക്ക് എന്തെല്ലാം നന്മകൾ ചെയ്യാൻ കഴിയോ അത് ഈ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമ്മളൊക്കെ തയ്യാറാവണം. ഇന്നത്തെ ഖുതുബയിൽ സൂചിപ്പിച്ചു, അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഞായർ തിങ്കൾ ദിവസങ്ങളിൽ സുന്നത്ത് നോമ്പാണ്. അതും പറഞ്ഞു, കഴിയുന്നവരൊക്കെ 10 നോമ്പ് അനുഷ്ഠിക്കണം, കഴിയുന്നവരൊക്കെ 9 നോമ്പ് അനുഷ്ഠിക്കണം. അതൊക്കെ ഇന്നത്തെ ഖുതുബയിൽ പറഞ്ഞു. അപ്പോ ഞായർ തിങ്കൾ നോമ്പ് നോൽക്കാൻ കഴിയുന്നവർക്ക് നോമ്പ് നോൽക്കുക. ഇങ്ങനെ ഒരു പുതിയ ജീവിതം നമ്മൾ തുടങ്ങി വെക്കുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. മുഅ്മിനീങ്ങളെ, ഇസ്ലാമികമല്ലാത്ത ചിന്തകൾ നമ്മൾ ഒഴിവാക്കുക. ഞാൻ 1-2 ഉദാഹരണങ്ങൾ പറയാം, ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. 1-2 ഉദാഹരണങ്ങൾ പറയാം. നമ്മുടെ വേഷവിധാനം, പ്രത്യേകിച്ച് നമ്മുടെ മക്കളിൽ യുവാക്കളിലൊക്കെ ഇസ്ലാമികമല്ലാത്ത രീതിയിൽ തലയൊക്കെ മുടിയൊക്കെ വെട്ടി കാണാൻ പറ്റാത്ത രൂപത്തിൽ നമുക്കത് പാടില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരോധിച്ചതാണ്. അത് ജൂതന്മാരുടെ സ്വഭാവമാണ്. നമ്മുടെ ചെറിയ മക്കളെ പോലും ഇളനീര് ചെത്തിയതുപോലെ ആക്കി, ഇളനീര് ചെത്തിയതുപോലെ ആക്കുന്ന ഒരു കോലാണ്. തലമുറക്ക് നോക്കിയാൽ നമ്മൾ ഇളനീര് ചെത്തിയതുപോലെ തോന്നാം. ബാക്കിൽ മുന്നിലേക്ക് നോക്കിയാൽ ബാക്കിൽ മുട്ട അടിച്ചുകൊണ്ട് തലമുറ മാത്രം ഇങ്ങനെ മുള്ളമന്ദിര പോര് പോലെ നിൽക്കുന്നുണ്ടാവും മുടി ചില ആൾക്കാരെ. ഇതൊക്കെ നമുക്ക് പറ്റിയതല്ല. പിന്നെ അത് ചെയ്ത എന്താ, ആരും ഞാൻ വന്നൊന്നും കാട്ടൂല, നാട്ടുകാരും കാട്ടൂല. പക്ഷേ പരിശുദ്ധ ഇസ്ലാം അത് വിലക്കിയതാണ്. അത് നമുക്ക് പാടില്ല അത്തരത്തിലുള്ള വേഷങ്ങൾ. അതുപോലെ തന്നെ 75 വയസ്സായ കിളവനെ കണ്ടാൽ 35-കാരനെ പോലും കണ്ടാ. 75 വയസ്സായ കിളവൻ മുടിയൊക്കെ കറുപ്പിച്ച്, താടിയൊക്കെ കറുപ്പിച്ച്, മീശൊക്കെ കറുപ്പിച്ച് വരുന്നത് കാണാം. ഇവിടെ ഉണ്ടോന്ന് എനിക്കറിയില്ല കേട്ടോ, ഇവിടെ ഉണ്ടോന്ന് എനിക്കറിയില്ല. ഞാൻ മൊത്തത്തിൽ പറയാണ്, ഈ കറുപ്പിച്ചിന് വരുന്ന എന്താ, അവന്റെ നിസ്കാരം ശരിയാവില്ല, ജനാബത്ത് കൂടി ശരിയാവില്ല. ഇത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഇസ്ലാം ഹറാമാക്കിയതാണ്, നിഷിദ്ധമാക്കിയതാണ്. നിങ്ങൾ എന്താ വിചാരിച്ച് എന്റെ ഈ താടി നിറച്ചിട്ടുണ്ട്, തല നിറച്ചിട്ടുണ്ട്, മുഴുവൻ നിറച്ചിട്ടുണ്ട്, വേണമെങ്കിൽ മൈലാഞ്ചി ഇടാം, അത് ഇസ്ലാം അനുവദിക്കുന്നുണ്ട്. മൈലാഞ്ചി വേണമെങ്കിൽ ചുവപ്പിക്കാം, കുഴപ്പമില്ല. മറ്റുള്ള കെമിക്കലുകൾ ചേർത്തുകൊണ്ട് കറുപ്പിക്കുന്ന രൂപമുണ്ട്. ആ കറുപ്പിക്കൽ ഹറാമാണ്. എന്താ കാരണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിലക്കിയതാണ്, ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മൾ കുളിക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ മുടിയിലേക്ക് വെള്ളം ചേരാത്ത അവസ്ഥ ഒതുവെടുക്കുമ്പോ ഇതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. എന്താ മുടി നരച്ച കുഴപ്പം? നമ്മുടെ താടി നരച്ചെന്താ കുഴപ്പമുണ്ട്? ഈ 75 വയസ്സായ ആള് മരിക്കാൻ വേണ്ടി തയ്യാറായി. 65 കഴിഞ്ഞു, 63 കഴിഞ്ഞു. എന്റെ ഉമ്മത്തിന്റെ പ്രായം 60-ന്റെയും 70-ന്റെയും ഇടയിലാണ്. മുത്തു മുഹമ്മദ് മുസ്തഫ. അപ്പൊ മരിക്കാനായി 60 കഴിഞ്ഞാൽ ഞാനും നിങ്ങളൊക്കെ 60 വയസ്സോടെ കഴിഞ്ഞാൽ നമ്മളെ മനസ്സിൽ വേണം, അള്ളാന്റെ റസൂൽ പറഞ്ഞ പ്രായം എത്തിയിട്ടുണ്ട്, ഇനി എപ്പോഴും റെഡിയാണ്. പിന്നെ ഈ ചങ്ങാതി ഈ എന്ത് ചെയ്യാണ്, ഈ നേർച്ച മുടിയൊക്കെ പാടെ കറുപ്പിച്ചിട്ട് മുഖത്തേക്ക് നോക്കിയാൽ തന്നെ കാണുന്നവർക്കൊക്കെ അറിയാതെ കറുപ്പിച്ചതാണ്. അത് ആ പ്രായത്തിന് വെളുത്തു വരുന്നില്ല, എല്ലാ ആരുടെയും രോമങ്ങൾ അല്ലെ വരൂല. അപ്പൊ ആ സമയത്ത് നീ അത് വെളുപ്പിച്ച് നടക്കും. ഇത് പാടില്ല. നമ്മുടെ അമലുകൾ പോലും ശരിയാവൂല. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ, എനിക്കറിയില്ല, ഞാൻ മൊത്തത്തിൽ എല്ലാ മഹലിലും പറയാൻ നിൽക്കുന്നവർക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റിയെടുത്തുകൊണ്ട് നമ്മുടെ വേഷവിധാനങ്ങളൊക്കെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന നമ്മുടെ പിഞ്ചു മക്കളെ പോലും ചെറുപ്പം മുതലേ നമ്മൾ ഇസ്ലാമിന്റെ വേഷവിധാനങ്ങളിൽ നിന്ന് അകറ്റി അവരെ മുടിവെട്ടലും അവരുടെ വേഷങ്ങളും കോലങ്ങളും ഒക്കെ പാശ്ചാത്യ സംസ്കാരത്തിലേക്ക് വഴിമാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ അവസാനിപ്പിക്കണം. നമ്മൾ ചിന്തിക്കണം, നമ്മൾ മരിക്കേണ്ടവരാണ്. എത്ര ആളുകളാണ് പെട്ടെന്ന് മരണപ്പെട്ടു പോകുന്നത് നമ്മുടെ നാട്ടില്, നാട്ടിലൊക്കെ നമ്മൾ കേൾക്കുന്നില്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ത്വാഅത്തിലായി, പൊരുത്തത്തിലായി, അവന്റെ ദീൻ അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് കുറച്ച് മയ്യിത്ത് നിസ്കാരം നമ്മുടെ മാടി